ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള അതിന്റെ റിസൾട്ട് വന്നു. NDA ബീഹാറിൽ ഭരണത്തിൽ എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? അത്തരത്തിലുള്ള ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം വോട്ട് ചോരി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു, അത് നടക്കാതെ പോയി. വന്ദേ ഭാരതില് ഗണഗീതം പാടി എന്ന് പറഞ്ഞ് ഇത്രയും ന്യൂസ് ആയ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാൾ ചികിത്സ കിട്ടാതെ മരിച്ചായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് വേണുവിന്റെ കുടുംബം അദ്ദേഹത്തിനെ പറ്റി നമ്മുടെ മീഡിയയിലായിരുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് കത്തിക്കേറിയ വിഷയമായിരുന്നു പരമപവിത്രം എന്ന് പറയുന്ന ഒരു ഗണഗീതം പാടി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ വോട്ട് പൊളിറ്റിക്കൽ സ്റ്റേജസ് തന്നെ അല്ലേ? അതെന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു. എനിക്ക് സ്ട്രാറ്റജി ആണെന്ന് അതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. നമ്മളിപ്പോ സഖാക്കളായിക്കോട്ടെ, സംഘികളായിട്ട് എന്ത് ടൈപ്പ് ആളുകളായിക്കോട്ടെ, അവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ പാടാറില്ലേ? ഇപ്പം ചോര വീണ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന പൂമരം എന്ന് നമ്മൾ പാടുന്നത് പോലെ അതിന്റെ പകുതി പോലും ഇല്ലല്ലോ ഭാരതാംബയെ പൂജിക്കാമെന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇത്രയും വലിയൊരു പ്രശ്നം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കുറച്ചുകൂടെ ചികിത്സയുടെ കാര്യം, എഡ്യൂക്കേഷന്റെ കാര്യം, ഇപ്പൊ PMCയുടെ കാര്യം, അതിലോട്ടുള്ള ഫോക്കസ് മാറ്റി ഒരു മതപരമായ ഒരു റിലീജിയസ് ആയിട്ടുള്ള രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നിയത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്താണ് ഈ വിഷയത്തെ പറ്റിയുള്ള അഭിപ്രായം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ര വലിയ ചർച്ചാ വിഷയം ആക്കിയേണ്ട ഒരു കാര്യമല്ലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആ ചോര വീണ മണ്ണിൽ നിന്ന് അതേ പാട്ട് പാടുന്നത് പോലെ അത്രയും ഒരു തീവ്രമായ ഒരു വിഷയം പോലും അല്ല നാം നമ്മുടെ ഭാരതാംബയെ പൂജിച്ചുകൊണ്ട് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഗാനം ആലപിക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു നിലയിൽ കേരള രാഷ്ട്രീയം ഒരു ട്രെയിനിലാണ് അത് പാടിയത്. ഒരു വന്ദേ ഭാരത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടൊന്നും അല്ലല്ലോ. അപ്പൊ അതിൽ ശരി തെറ്റുകളെ പറ്റി എന്താ അഭിപ്രായം? അതിൽ തെറ്റായിട്ട് നമുക്ക് കാണാനൊന്നും പറ്റില്ല. ആ കുട്ടികൾ അവരുടെ സ്വമേധയായിട്ട് പാടിയതാണ്. അല്ലാതെ ആരും അവരെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവോ ആരെങ്കിലും അവരെ ഫോഴ്സ് ചെയ്തിപ്പിച്ച് അവരെ പാടിപ്പിച്ചതല്ല. അവർക്ക് തോന്നി, അതുകൊണ്ട് അവർ പാടി. ആ സ്വാതന്ത്ര്യം നാം ഭാരതീയർ എല്ലാവർക്കും ഇല്ലേ ഈ രാജ്യത്ത്? മതവും രാഷ്ട്രീയവും